വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണം വൈബായിട്ടാണ് കേട്ടോ. അതായത് ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും ഈ സാരിയും ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ചെറിയൊരു നോയ്സ് ഉണ്ടായിരിക്കും. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ചൂട്. അപ്പൊ ബാക്കിയൊക്കെ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് നല്ല കാര്യമായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി നല്ല പ്ലസന്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. എന്നാൽ സിമ്പിളാണ്, ഹംബിളാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് കേട്ടോ സാരി വന്നിട്ട്. സാരി ബ്ലൗസ് അമ്മയുടെയാണ്. ചെറിയൊരു ലൂസ് എനിക്കുണ്ട്. ഇതിന് ഈ ഒരു സാരിയുടെ ബ്ലൗസ് അല്ല കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയൊരു മാച്ചിങ് ഇഷ്യൂ വരുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഫൈനല് ബ്ലൗസ് നമുക്ക് ഒന്ന് മാറ്റിയിട്ടു കേട്ടോ. അപ്പൊ ഇതാണ് സാരി വന്നിട്ട്. പുതിയ സാരി ഒന്നല്ല, കുറച്ച് പഴയതാണ്. വല്യമ്മയുടെ സാരിയാണ് ഗൈസ്. അപ്പോൾ സാരിയൊക്കെ സെറ്റായിട്ട് അമ്മ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കാര്യമായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. എനിക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം എന്നുള്ളത് കഴിഞ്ഞിട്ട്. സോ നമ്മൾ അത്യാവശ്യം സ്റ്റെപ്സ് ഒക്കെ ഒരു മേക്കപ്പ് ലുക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബ്ലൂ ഹെവന്റെ പ്രൈമറാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ അധികം ക്യാമറയ്ക്ക് ആയിരിക്കില്ല നോക്കുക, ഇനി സ്ക്രീനിലോട്ടാവട്ടെ നോക്കുക. അപ്പൊ അതൊന്ന് ക്ഷമിക്കുക, കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. പോർസ് ഉള്ള ഏരിയ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ രണ്ട് സൈഡ് നോസിന്റെ ഇവിടെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് പോർസ് ഉള്ളത്. പിന്നെ നമുക്ക് ഫൈൻ ലൈൻസ് ഒക്കെ ഫോർഹെഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഒന്ന് ഈ ഒരു കുത്ത് കൊമ്മ പാടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കൺസീൽ ചെയ്യാം. സോറി, കളർ കറക്റ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ കൺസീൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇൻസൈറ്റിന്റെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കോണ്ടോർ കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. പ്രോ കൺസീലർ പാലറ്റ് ആണ് കേട്ടോ, ഇൻസൈറ്റിന്റെ ആണ്. ഇതും അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഇതിന്റെ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്റെ ഈ ഒരു പിഗ്മെന്റേഷനുള്ള ഏരിയ ഒക്കെ ഒന്ന് ഹൈഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ മേക്കപ്പ് എല്ലാം ഒരു എന്താ പറയാ, ഒരു ഓറഞ്ചിഷ്, ഒരു യെല്ലോ ടോണിൽ വരും കേട്ടോ. നിങ്ങൾക്ക് ഒരു ഡാർക്ക് സ്പോട്ട് ഇഷ്യൂ കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാം. അതിന്റെ ഈ ഒരു പോർഷൻ കൺസീൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കൺസീൽ ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ടോ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ എങ്ങനെ ആയാലും ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഏകദേശം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഹെവി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൊക്കെ ഒന്നും കൂടെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഐബ്രോ ഒക്കെ നല്ല ഷാർപ്പനായിട്ട് നമുക്ക് അത്യാവശ്യം പ്രൊജക്ട് ചെയ്തൊക്കെ എടുത്ത് കാണിക്കും. അതുപോലെ നമ്മുടെ ഐ ഷാഡോന്റെ എക്സാക്ട് കളറൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഡാർക്ക്നെസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഫിറ്റ്മിയുടെ ഒരു ട്യൂബ് ഫൗണ്ടേഷനാണ് കേട്ടോ. അതാകുമ്പോൾ അഫോർഡബിൾ ആണ്, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് NYBയുടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ആക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ഇനി നമുക്കിത് കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇയറിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇനി എത്ര പെർഫെക്റ്റ് ഷെയ്ഡാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു മാറ്റമായിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ മേക്കപ്പിന് ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര വൈറ്റിഷ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അത് ലൈറ്റിങ്ങും കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ. ഇതൊന്ന് ഓക്സിഡൈസ് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് നമ്മുടെ ഷെയ്ഡായിട്ട്, എന്റെ ഷെയ്ഡായിട്ട് വരാറുണ്ട്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഈ ഒരു സ്ട്രോപ്പ് ക്രീം വന്നേരം പിന്നെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാത്രമായിട്ടോ ഞാൻ യൂസ് ആക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡ്യൂവി ഗ്ലോവി ലുക്കിങ്ങും കിട്ടും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ
എനിക്ക് കുറച്ചൊരു ഗ്ലോവി ഡ്യൂവി മേക്കപ്പ് ആണ് കേട്ടോ ഇഷ്ടം. അത് കാരണം ഞാൻ കോമ്പാക്ട് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ജസ്റ്റ് നമുക്ക് ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ ഫിറ്റ്മിയുടെ ഈ ഒരു റേഞ്ചിൽ വരുന്ന ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് ആണ് കേട്ടോ യൂസ് ആയി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്തെടുക്കുന്ന കളർ അല്ലെങ്കിലും ജസ്റ്റ് ഒരു പിങ്ക് ടോൺ വരുന്നൊരു ഐ ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബേസായിട്ട് ഞാനിതാ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബേസ് കിട്ടും കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. നെക്സ്റ്റ് ഞാൻ ഒരു എർത്തി ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതിൽ. അത് വീഡിയോ റെക്കോർഡ് ആവാണ്ട് പോയിട്ടുള്ളതാണ്, അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇനി ഞാനിതാ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐൻ്റെ ഈ ഒരു പോർഷനിൽ ഔട്ടർ കോർണറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു ഡാർക്ക് കളറായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതാ കൈയൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കണ്ണിൽ നമ്മൾ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുമാത്രമല്ല നമ്മളിടുന്ന ഐ ഷാഡോൻ്റെ ഒരു ഷെയ്ഡ് നമ്മുടെ കണ്ണിന് താഴെ ഭാഗത്ത് ഇതുപോലെ ഈ ഒരു കോർണർ സൈഡിൽ നിന്ന് താഴോട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമ്മുടെ കണ്ണ് കാണാൻ വേണ്ടിയിട്ടും. ആ ഒരു ഐ ലുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പാലറ്റിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു സ്മഡ്ജ് ആൻഡ് ഒരു സ്മോക്കി ലുക്ക് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബ്ലാക്ക് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കാണാം കേട്ടോ. കൈ വെച്ച് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കണ്ണെഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്മഡ്ജാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് പരത്തി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇതിന് മുകളിൽ ഇനി നമുക്ക് ഒന്ന് കണ്ണെഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ട് കണ്ണും ഞാൻ അങ്ങനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില വീഡിയോ എടുത്ത ടൈമിൽ ഭയങ്കര സൗണ്ടുള്ള കാരണമാണ് കേട്ടോ ഞാൻ ചില ഭാഗത്ത് മാത്രം വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഈ ഒരു ജെൽ ഐലൈനറാണ് കേട്ടോ യൂസ് ആക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ബ്ലാക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് മുകളിലൂടെ ആയിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നുമല്ല എന്നാൽ ഒരുപാട് കട്ടിക്കുമല്ല, ഒരു മീഡിയം ആയിട്ട് നമ്മളൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നർ കോർണറൊക്കെ അത്യാവശ്യം ഷാർപ്പനാക്കിയിട്ട് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല കുഞ്ഞി കണ്ണായ സ്ഥിതിക്ക് ഞാൻ താഴെ കണ്ണ് എഴുതി കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കുഞ്ഞി കണ്ണാണ്, എന്നെപ്പോലത്തെ കണ്ണാണെന്നുണ്ടെങ്കിൽ താഴെ എഴുതാത്തതായിരിക്കും ഒന്നും കൂടെ ഭംഗി. ഇനി ഇതാ ഔട്ടർ കോർണറിൽ നമുക്കൊരു കുഞ്ഞി വാലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ട്രഡീഷണൽ ലുക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഷാർപ്പനായി ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഔട്ടർ കോർണറിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഐ ലുക്ക് തീർന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ട് എന്നാ ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ തരുന്ന ഒരു ടൈപ്പ് ഐ ലുക്കാണ് കേട്ടോ. അപ്പൊ എന്റെ കണ്ണ് കുഞ്ഞി കണ്ണായ സ്ഥിതിക്കാണ് ഞാൻ താഴെ എഴുതാത്തത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള കണ്ണാണെങ്കിൽ നിങ്ങൾക്ക് താഴെയും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐബ്രോ ഫീച്ചറൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഏതൊരു മേക്കപ്പ് ലുക്കിലും ഐബ്രോ നല്ല ഫിനിഷിങ്ങിൽ നിന്നാൽ അതൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, അഫോർഡബിൾ റേറ്റും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാനിത് ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് ഐബ്രോ നമുക്കൊന്ന് ഫില്ലാക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഫില്ലാക്കിയ ഐബ്രോയും അല്ലാത്തതൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഏതാണ് കുറച്ചുകൂടി ഭംഗിയും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതും ഒക്കെ. അതാണ് നമ്മൾ ഐബ്രോ എഴുതിയാലുള്ളൊരു പ്രത്യേകത കേട്ടോ. ഇനി ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പൊന്നും അല്ല, പക്ഷെ ഒരു ചബ്ബി ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫീച്ചറൊക്കെ ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടോർ ചെയ്താൽ നന്നായിരിക്കും. അതല്ല ഒരു സ്ലിം ആയിട്ട് ഒട്ടിയ കവിളൊക്കെ ആണെങ്കിൽ നിങ്ങളങ്ങനെ കോണ്ടോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഞാൻ എന്താ നോസും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പർപ്പിളിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് നമ്മുടെ നോസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നോസൊക്കെ നല്ല ഷാർപ്പൻ ചെയ്ത് കാണാനും അതുപോലെ നമ്മുടെ ജോ ലൈനൊക്കെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതിൽ കിട്ടാനൊക്കെ അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കോണ്ടോർ ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ആഫ്റ്റർ കോണ്ടോറിങ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജോ ലൈനൊക്കെ ഒരു ഷാർപ്പിനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ കിട്ടും കേട്ടോ. അതിനുശേഷം എന്താ ഇനി ബ്ലഷ് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു ലിപ്സ്റ്റിക് ആയിട്ടാണ് ബ്ലഷ് ആക്കി ചെയ്യുന്നത്. ഇത് സുഡിയോന്ന് വാങ്ങിയൊരു ഷെയ്ഡ്സ് ആണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ കവിളിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണ്ട. കവിളിൻ്റെ കുറച്ച് സൈഡിൽ നിന്ന് മുകളിലോട്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടുമായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഹൈലൈറ്റർ ഇല്ലാത്ത കാരണം നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നോസിലൊന്ന് കൊടുത്തിട്ട് ഹൈലൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മാസിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് നല്ല ലാഷസ് ഒക്കെ ഉള്ള പോലെ, നല്ല തിക്കായ ലാഷസ് ഉള്ള പോലെ തോന്നിക്കും കേട്ടോ. അത്യാവശ്യം ലെങ്തനിങ് തോന്നിക്കുന്നുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. ഞാൻ വാട്ടർ പ്രൂഫ് അല്ലാത്ത വാങ്ങിയിട്ടുള്ളതാണ്. വാട്ടർ പ്രൂഫും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ കണ്ണിന് താഴെയും മുകളിലും പീലിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻറ്റ് മനസ്സിലാവും. അതിന് ഭയങ്കര ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മസ്കാര അപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു കുഞ്ഞി പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു പൊട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഞാൻ ജസ്റ്റ് പൊട്ടുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏതാണ് ഫിക്സ് ആക്കേണ്ടതെന്നൊരു ഡൗട്ട് വന്നിട്ട് പിന്നെ റെഡ് പൊട്ടൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഇതും മാറ്റി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഈ 2 ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ആൻഡ് മാച്ച് ആക്കി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഏതാ ഷെയ്ഡ് കിട്ടുക എന്നുള്ളത്. ആദ്യം ഞാൻ മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഒരു പീച്ച് ലൈറ്റ് പീച്ച് ടൈപ്പ് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക് ഇപ്പോൾ ഒരുപാടായി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു കുറവുള്ള മാതിരി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് ഞാൻ ഡാസ്ലറിൻ്റെ DLC 032 എന്ന ഷെയ്ഡാണ് കേട്ടോ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. അങ്ങനെ അതും കൂടെ അപ്ലൈ ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഹെയർ ആണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറയണേ. അപ്പോൾ ഗൈസ് ഞാൻ പൊട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പൊട്ട് എനിക്ക് ഫൈനലൈസ് ചെയ്യാൻ ആയിട്ടില്ല. സോ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഹെയർ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഞാനൊരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഹെയർ ബാങ്ക്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടുന്നവർക്ക് ഒന്ന് ഇടാം. എന്നിട്ട് ഞാനിതാ കുറച്ച് ഹെയർ ഇതുപോലെ എടുത്തിട്ട് വളരെ റോ ആയിട്ട്, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വഴവൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നമ്മുടെ ഹെയർ പിന്ന് വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 3-4 സെക്ഷൻ എടുക്കുന്നുണ്ട് 2 സൈഡിലും കൂടെ ആയിട്ട്. നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഷോർട്സ് ആയിട്ട് 2-3 ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിമ്പിളായതും നല്ല എലഗൻ ലുക്കൊക്കെ തരുന്ന ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഇതാ 1-2 സെക്ഷൻ ഞാനിപ്പോൾ എടുത്തു. ഇനി ഞാൻ കംപ്ലീറ്റ് ഇതാ സെക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ടും ഇടാം. ഇനി ഞാൻ ബ്രൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബ്ലൗസ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫൈനലി ഞാൻ ഫോട്ടോ കൊടുക്കാം. ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അഭംഗി തോന്നുന്നുണ്ട്, കാരണം എൻ്റേതല്ലാത്ത കാരണം. അപ്പോൾ ഞാൻ വേറൊരു ബ്ലൗസാണ് കേട്ടോ പെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫൈനലി ഞാൻ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല ഭയങ്കര മെസ്സി ആയിട്ടൊന്ന് ബ്രൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂവും അതുപോലെ തുളസി കൂടെ ഞാൻ മാല കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തുളസി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിലാണ്. പിന്നെ ജാസ്മിൻ വന്നിട്ട് ഞാനിതാ ആദ്യം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഒരു എനിക്കെന്തോ ഒരു സംതിങ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാനിതാ വളയും മാലയും ജിംക കമ്മലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുപ്പിവളയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ ഫോട്ടോസ് 2-3 കൊടുക്കാം. ഞാൻ കുറച്ചൊരു ഫോട്ടോസൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഓണം ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഒരു മേക്കപ്പ് ലുക്ക് സാരിയുടെ കൂടെ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു ഓണം ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായോ ഇല്ലേ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇഷ്ടമായോ ഇല്ലയെന്നും കമൻറ്റ് ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയും അതുപോലെ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.
അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.